നിങ്ങൾ നോക്ക്, 1400 കൊല്ലം മുമ്പ് ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ 1400 കൊല്ലം കഴിഞ്ഞു. എന്തെല്ലാം മാറ്റങ്ങളെ ശാസ്ത്രം മാറ്റി, ഏതെല്ലാം ചിന്താഗതികളെ മാറ്റി മാറ്റി പറഞ്ഞു. ഇന്ന് വരെ ഖുർആനിന്റെ ഒരു വള്ളിപുള്ളി മാറ്റിയിട്ടില്ല. ഇന്നും ചിലപ്പോൾ ഖുർആൻ പറഞ്ഞത് ഇന്നും നിലനിൽക്കുന്നു, അന്നും നിലനിൽക്കുന്നു. അതിലുള്ള ഒരു സദീഖ് ഒരു വള്ളിപുള്ളി ഇതുവരെ മാറ്റിയിട്ടില്ല. എന്തുകൊണ്ട് മാറ്റേണ്ടി വന്നില്ല? ഇത് ലോകത്തിന്റെ മുഴുവനും സിട്ടാവായ അല്ലാഹ് അവന്റെ കലാമാണല്ലോ ഖുർആൻ. അതൊരു കാലത്തും മാറ്റേണ്ടി വരൂല. അതേ സ്ഥാനത്ത് ശാസ്ത്രം ഇന്ന് പറഞ്ഞതാകണം എന്നില്ല നാളെ പറയുന്നത്. നാളെ പറഞ്ഞതാകണം എന്നില്ല മറ്റന്നാൾ പറയുന്നത്. ശാസ്ത്രത്തിന് ആരുടെയും ഒപ്പ് വാങ്ങേണ്ടതില്ല, ശാസ്ത്രത്തിന് ആരോടും ചോദിക്കേണ്ടതില്ല, അല്ലെങ്കിൽ കസ്റ്റമറൊക്കെ എതിരാകുമോ എന്ന് ഭയപ്പെടേണ്ടതില്ല. അതേ സ്ഥാനത്ത് ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ് ആ റബ്ബ് 1400 കൊല്ലം മുമ്പ് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ച ഖുർആൻ. അപ്പൊ 1400 കൊല്ലല്ലേ ഉസ്താദെ, അതിലേക്ക് മുസ്ലിയാരെ അതിന് പഴക്കുള്ളൂ, മോനെ അതിന് പഴക്കുള്ളൂ എന്ന് ചോദിക്കുന്ന ഉപ്പാപ്പമാരുണ്ടാകാം. ഞാൻ അവരോട് പറയുന്ന 1400 കൊല്ലമേ അത് അവതരിച്ചിട്ടായിട്ടുള്ളൂ. പക്ഷേ ഖുർആനിന് തുടക്കമില്ല. കാരണം അത് അല്ലാഹുവിന്റെ കലാമാണ്. അതിന് തുടക്കം പറയാനില്ല. അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ അത് റബ്ബിന്റെ കലാമാണല്ലോ. അതിന് തുടക്കവും മറ്റും പറയാനില്ലാത്ത ഗ്രന്ഥമാണ് ആ റബ്ബിന്റെ ഖുർആൻ, കലാമാകുന്ന ഖുർആൻ. ഇന്ന് വരെ അതിൽ ആശയം മാറ്റിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അതിലുള്ള ഇന്ന് വരെ ഒരു വള്ളിപുള്ളി മാറ്റിയിട്ടില്ല, ഒരക്ഷരം മാറ്റിയിട്ടില്ല. അതിന്റെ പേരിൽ ഇന്ന് വരെ തർക്കിച്ചിട്ടില്ല. അതാണല്ലോ അള്ളാന്റെ കലാമായ ഖുർആൻ. ആ ഖുർആനിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ, ആ ഖുർആനിനെ അംഗീകരിച്ച ഒരാൾക്ക് ജീവിക്കാൻ സാധിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ ഖുർആൻ, ആ ഖുർആനിനെ ഒരാൾക്ക് മുറുകെ പിടിച്ച് ജീവിക്കാൻ സാധിച്ചാൽ അയാൾ വിജയം കൈവരിച്ചവനായി പോയി.